എടാ മോനെ, ഡാനിഷ് ഫറൂഖ് മേ മൂവ് ടു ചെന്നൈയിൻ FC. പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നാൾ മുമ്പ് ബംഗളൂരു FC-യിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സീസണിന്റെ പകുതിയിൽ വെച്ച് ട്രാൻസ്ഫർ ഫീസ് കൊടുത്തു കൊണ്ടുവന്ന താരമാണ് ഡാനിഷ് ഫറൂഖ്. നമ്മുടെ പ്യൂട്ടിയ ഒഡീഷ FC-യിലേക്ക്, അല്ല അന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിലേക്ക് പോയ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു നമ്മൾ ഡാനിഷ് ഫറൂഖിനെ വാങ്ങിച്ചത്. പക്ഷേ ഡാനിഷ് ഫറൂഖിനെ കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തെങ്കിലും ഗുണം ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹേറ്റേഴ്സിനെ പോലെ ഒരു ഗുണവും ഇല്ലാത്ത ഒരു പാഴ് സൈനിങ് ആണ് ഡാനിഷ് ഫറൂഖ് എന്നൊന്നും പറയാൻ പറ്റില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന് ഡാനിഷ് ഫറൂഖിനെ കൊണ്ട് അത്യാവശ്യം ചില ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഗോൾ കോൺട്രിബ്യൂഷനുകളിലും ഡാനിഷ് പങ്കാളിയായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആരാധകർക്ക് ഡാനിഷിനോട് എന്തോ ഒരു പ്രത്യേക ദേഷ്യമാണ്. പക്ഷെ ആ ദേഷ്യത്തിന്റെ കാലഘട്ടമൊക്കെ തീരുകയാണ് എന്നാണ് തോന്നുന്നത്. കാരണം ഡാനിഷ് ഫറൂഖ് മറ്റൊരു സൗത്ത് ഇന്ത്യൻ ക്ലബ്ബായ ചെന്നൈയിൻ FC-യിലേക്ക് ചേക്കേറും എന്ന തരത്തിൽ വളരെ ശക്തമായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ചെന്നൈയിൻ പരിശീലകനായ ഓവൻ കോയിൽ ഡാനിഷ് ഫറൂഖിൽ വളരെയധികം ഇംപ്രസ്ഡ് ആണ്. സോ ഡാനിഷ് ഫറൂഖിന് വേണ്ടിയിട്ടുള്ള ചെന്നൈയിൻ FC എന്ന സൗത്ത് ഇന്ത്യൻ ക്ലബിന്റെ ചർച്ചകൾ വളരെയധികം അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് എന്ന തരത്തിൽ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അത് പറയാൻ വന്നതാണ്. പിന്നെ ഇന്ന് മുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് മറ്റേ ചാനലുകളിലും ഇൻസ്റ്റയിലും ചെയ്യുന്നതായിരിക്കും. അപ്പം ട്രൈങ് ടു ബി ബാക്ക് ഓൺ ട്രാക്ക്.